പിതാശ്രീ, അങ്ങ് എന്തായാലും ഒരിക്കലും തോൽക്കാൻ പാടില്ല. ഇത്തവണ നാം വിജയിച്ചിരിക്കുന്നു. ഭയക്കേണ്ട പുത്രി, കണ്ണു തുറക്കൂ, കണ്ണു തുറന്നു നോക്കൂ. നോക്കൂ, നാം ജയിച്ചിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു. പിതാശ്രീ, അങ്ങയുടെ പ്രിയഹാരം അങ്ങയുടെ പക്കൽ തന്നെ ഉണ്ടാകും. അതെ പുത്രി, ജീവിതമെന്ന മത്സരവും കളിക്കളത്തിലെ മത്സരവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പുത്രി. ഇതേത് സമയത്തും മാറി മറിഞ്ഞേക്കാം. കരുക്കളുടെ സംഖ്യ 2 ആണെന്ന് നാം കണ്ടതാണ്. എന്നാൽ ഇത് 12 മാറിയത് എങ്ങനെയാണ്? മഹാരാജൻ നമ്മോട് ക്ഷമിച്ചാലും മഹാരാജൻ, ഒരു പ്രധാന കാര്യത്തിന് വേണ്ടി നമുക്ക് അങ്ങയെ ഇപ്രകാരം ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു മഹാരാജൻ. കാര്യമെന്താണ് രാജപുരോഹിത? അങ്ങിത്രയും ആശങ്കപ്പെടുന്നത് എന്തിനാണ്? അതെ മഹാരാജൻ, നാം വളരെ ആശങ്കാകുലനാണ്. കാരണം നാം രാജകുമാരി രൂപവതിയുടെ സ്വയംവരത്തിന്റെ മുഹൂർത്തവും അതുപോലെ ദിവസവും നിശ്ചയിച്ചു വെച്ചിരുന്നതാണ്. ഗണിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു കാര്യവും കണ്ടെത്തി. ഈ മാസത്തിലാണ് മഹാറാണി സുമതിയുടെ ജന്മദിനവും വരുന്നത്. അതുകൊണ്ട് ഈ മാസത്തിൽ തന്നെ രാജകുമാരിയുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ വിപരീതമാവുകയും രാജകുമാരിക്ക് അഹിതം സംഭവിക്കുകയും ചെയ്യും. ഇത് കേവലം രാജകുമാരിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, രാജ്യത്തിന് മുഴുവൻ അശുഭം സംഭവിച്ചേക്കാം. അതെന്താ? അപ്പോൾ ഇനി നാം എന്താണ് ചെയ്യേണ്ടത്? മഹാരാജൻ നമ്മുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം വളരെ വ്യക്തമായി തന്നെ പറയാം. സ്വയംവരത്തിന്റെ തീയതി ഒരല്പം മാറ്റുന്നത് തന്നെയാണ് എല്ലാവരെയും സംബന്ധിച്ചെടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനം. സർവനാശം. ഈ സ്വയംവരം കാരണം നമ്മുടെ കുമാരൻ പിന്നിലായി പോകുന്നതാണ്. വീണ്ടും വീണ്ടും നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നീ പിതാവിന്റെ മുൻപിൽ വെച്ച് പ്രതിജ്ഞ എടുക്കണം. അദ്ദേഹത്തിന് വേണ്ടി നീ പ്രതികാരം ചെയ്യണം. നാം അങ്ങയുടെ മുൻപിൽ പ്രതിജ്ഞ എടുക്കുകയാണ് പിതാശ്രീ. നമ്മുടെ എല്ലാമായ അങ്ങയെ നമ്മിൽ നിന്നും തട്ടിയെടുത്തത് ആരായാലും ഇനി വൈകാതെ നാമും അവരിൽ നിന്നും സകലതും കവർന്നെടുക്കുന്നതാണ്.